ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് നാളെയാണ് ഓണം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാം, ഈ വീട്ടിൽ കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ വീട്ടിനെയും കൂട്ടി തോട്ടത്തിലേക്ക് പോയത് കേട്ടോ. തോട്ടത്തിലേക്ക് നിങ്ങൾ വിചാരിക്കും തോട്ടത്തിലൊക്കെ പോകുന്നത്, ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മഞ്ഞപ്പൂ ഇങ്ങനെ നിരക്കനുള്ളത് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഈ കുട്ടിയെ നല്ല രീതിക്ക് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഈ കുട്ടിയെ സുന്ദരിയാക്കി പോയതാട്ടോ. പക്ഷെ നമ്മൾ വിചാരിച്ച ഒന്നും നടന്നില്ല. ഈ കുട്ടി ആകെ കൊളാക്കിയിട്ട കരച്ചിലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. ഒരു തരത്തിലുള്ള കോപ്പറേറ്റ് ചെയ്തിട്ട് ഞങ്ങളെ പ്ലാനെല്ലാം കൊളായി. പിന്നെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടു, പിന്നെ ചെറിയൊരു വീഡിയോ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തെന്ന് അറിയാം. ശരിക്കും പറഞ്ഞാൽ വേറൊന്നും നടന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്തു, ഫ്ലോപ്പായി വന്നുട്ടാ. പിന്നെ വൈകുന്നേരം ഇന്നതാ ഒന്ന് സുന്ദരിയാവാൻ പോയത്. എല്ലാവരും നാളെയല്ലേ എന്തായാലും ഓണം. അങ്ങനെ ധന്യൊന്ന് മുടിയൊന്ന് സെറ്റാക്കി ഞാൻ ഐബ്രോ ഒക്കെ എടുത്ത് ഒന്ന് സെറ്റായി വന്നു. പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള വളകളും അതുപോലെ തന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ കോഡ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. പിന്നെ പച്ചക്കറികളെല്ലാം വാങ്ങിച്ച് രാത്രി ഒരുപാട് നേരമായിട്ടാണ് വരുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും പനിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, സൗണ്ടൊക്കെ ആകെ മാറിയിട്ടുണ്ടായിരുന്നു. എന്നാലും മാക്സിമം ചെയ്തു ആക്റ്റീവായിട്ട് നിൽക്കാൻ ഞങ്ങൾ ശ്രമിച്ചു രണ്ടുപേരും. ധന്യക്കും ജലദോഷമുണ്ട്, അതുപോലെ തന്നെ എനിക്കും ഉണ്ട്, ആകെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നാളത്തെ പൂക്കളം മത്സരമുണ്ട്. പൂക്കളം മത്സരത്തിന് വേണ്ട പൂവൊക്കെ സെറ്റാക്കി വെക്കുക. എല്ലാ വർഷവും രതീഷേട്ടൻ ഉണ്ടാവുന്നതാണ്, പക്ഷേ ഈ വർഷം മാത്രമില്ല ഓണത്തിന്. ആ ഒരു മിസ്സിങ് ഉണ്ട് കേട്ടോ. പിന്നെ പൂ തൊല്ലുമ്പോൾ നല്ല അറിയുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നുപേരും മാത്രം അന്ന് ഇന്നത്തെ പൂക്കളത്തിന് വേണ്ട എല്ലാം റെഡിയാക്കിയത്. കുട്ടൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയത്, ആൾ വന്നിട്ട. പക്ഷെ എന്ത് ചെയ്യാൻ, ഞങ്ങൾ മൂന്നുപേരും നമ്മൾ കടയിലെല്ലാം പോയിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിനായിരുന്നു. 8 മണിന് ശേഷമാണ് പൂവൊക്കെ റെഡിയാക്കാതെ ഇരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള എല്ലാവരും പൂക്കളം വരക്കുക ഇതൊക്കെ എന്നൊരു മാതിരി സെറ്റാക്കി വെച്ചാണ് നമ്മൾ രാത്രി കിടന്നത്. ആൾക്ക് ഭയങ്കര മടി പിടിച്ചു വിട്ടായിരുന്നു ധന്യക്ക്. പറഞ്ഞ് എത്ര സമയം നമ്മൾ ഇരിക്കുന്ന ഒന്നും ആവുന്നില്ല. കുട്ടനെ അങ്ങ് വഴുക്കുറഞ്ഞ് അവളങ്ങ് പോകും. ഏകദേശം തൊല്ലിയിട്ടാ. രാവിലേക്ക് കുറച്ച് മാത്രം വെച്ചു. പിന്നെ ഇത് രാവിലെ നമ്മൾ 5:30 മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഏകദേശം പൂക്കൾ രാത്രി വരച്ചതാണ്. അതിന് പൂ ഇടുക മാത്രമാണ് രാവിലത്തെ പണി എന്ന് പറയുന്നത്. നമ്മളൊരു ഏകദേശം രാവിലെ തന്നെ തുടങ്ങി അവസാനം ഇതാണ് നമ്മുടെ പൂക്കളം എന്ന് പറയുന്നത്. മത്സരത്തിനുള്ളതാണ്. പിന്നെ കഴിഞ്ഞിട്ടുള്ളതാണ് യുദ്ധം എന്ന് പറയുന്നത് അടുക്കളയിൽ. ഈശ്വര, ഭയങ്കര ബുദ്ധിമുട്ടായി ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ. മാവേലിയും വരുന്ന സമയം 9 മണിയാകുന്നത്. ആ സമയത്ത് എല്ലാവരും കുറച്ച് കാര്യങ്ങളൊക്കെ റെഡി ആവണമല്ലോ. അങ്ങനെ മാവേലി ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മാവേലിയാണ്. നല്ല സംസാരിക്കും, നല്ല രസം ഉണ്ടായിരുന്നു. അവർ കൃത്യം 9:30 ആകുമ്പോൾ തന്നെ എത്തി. അതുപോലെ തന്നെ പൂക്കളമൊക്കെ കണ്ട് ജഡ്ജസൊക്കെ കണ്ട്, അതുപോലെ തന്നെ മാവേലിയും എല്ലാവരും വന്ന് ചെണ്ടയും മേളമായിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഉച്ചക്കുള്ള സദ്യ എന്ന് പറയുന്നത് ഏകദേശം ഒരു 12 മണി 12:30 ആകുമ്പോഴത്തേക്കും നമ്മൾ സദ്യയൊക്കെ സെറ്റാക്കി നമ്മൾ അടുക്കള പണിയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല, ഇതിൻ്റെ ബിസിയിലായി. പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, കുട്ടൻ്റെയും അതുപോലെ ധന്യയുടെയും ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളെല്ലാവരും ലാസ്റ്റ് ഒന്നിച്ചിരിക്കുന്ന ഫുഡ് കഴിക്കുന്നത്, അതൊക്കെ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് ക്ലബ്ബിൽ പരിപാടി ഉണ്ടായിരുന്നു. ഓണപ്പരിപാടി എല്ലാ വർഷവും തിരുവോണ നാളിൽ തന്നെയാണ് വെക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കായിട്ടുള്ള ഒരുപാട് കളികളുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അവസാനത എല്ലാവരും കാത്തിരുന്ന മത്സരം വടംവലി മത്സരമാണ്. ശരിക്കും ഞാനൊക്കെ കൈയും കാലൊക്കെ വേദനിച്ച് അങ്ങ് പോയിട്ടാണ്. പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമുക്ക് പൂക്കളത്തിൽ തേർഡാണ് കിട്ടിയത്. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. എല്ലാ വർഷവും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ്, ഈ വർഷം തേർഡാണ്. പക്ഷേ നമ്മളെ മിസ്റ്റേക്കാണ്, അക്സെപ്റ്റ് ചെയ്യുക, നെക്സ്റ്റ് നന്നാക്കാമെന്ന് വിചാരിച്ചു. അവസാനതായി വീട്ടിലേക്ക് പൂക്കളത്തിൽ ആകെ കൊളാക്കിയിട്ടായിട്ടാണ്. രാത്രി ഇങ്ങനെ ചെയ്തു. പക്ഷേ ഡേ എന്ന് പറയുന്നത് സൂപ്പറായിരുന്നു.